Dear students, welcome to Learner's World. In this video, I'm going to talk about a short story, Bullet in the Train by Tobias Wolff, FUGP, Semester 4, SEC Literature, Calcutta University. Summary of the short story, Bullet in the Brain. The story begins in a bank where a man named Anders is waiting in line. Anders is a well-known book critic who is famous for his sharp and sarcastic reviews. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് ഒരു ബാങ്കിലാണ്. ആൻഡേഴ്സ് ആണ് അതിലെ പ്രൊട്ടഗണിസ്റ്റ്. ആൻഡേഴ്സ് ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരു ബുക്ക് ക്രിട്ടിക്കാണ്. അതായത് ബുക്കിനെ കുറിച്ചിട്ടൊക്കെ വിമർശിച്ചുകൊണ്ട് എഴുതുന്ന ഒരാളാണ്. പുസ്തകങ്ങളെ കുറിച്ചിട്ട് വളരെ കടുത്തതും പരിഹാസപൂർണവുമായിട്ടുള്ള വിമർശനങ്ങൾ എഴുതുന്നതിൽ അദ്ദേഹം അറിയപ്പെടുന്നു. He is not a very patient person, and while standing in the line, he becomes irritated by the slow service and by the conversation of two women standing in front of him. Their simple talk annoys him, and he thinks badly of them. ആൻഡേഴ്സ് ക്ഷമയുള്ള ഒരാളല്ല. അയാൾ ഒരുപാട് സമയം ക്യൂവിൽ നിൽക്കാൻ അയാൾ തയ്യാറല്ല. അതോടൊപ്പം തന്നെ അയാളുടെ മുമ്പിൽ രണ്ട് സ്ത്രീകൾ മുമ്പിൽ നിൽക്കുന്ന രണ്ട് സ്ത്രീകൾ സംസാരിക്കുന്നുണ്ട്. അവരുടെ സാധാരണ കോൺവെർസേഷനാണ് നടത്തുന്നത്, നോർമൽ ടോക്ക്. അതുപോലും ആൻഡേഴ്സിനെ അസ്വസ്ഥനാക്കുന്നുണ്ട്. ആൻഡേഴ്സ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് സമ്മൺ who enjoys criticizing others. He has spent many years judging books and writers harshly. Because of this habit, he has become cynical and impatient with ordinary people. അപ്പോൾ ആൻഡേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, ആൻഡേഴ്സ് ആരാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, ആൻഡേഴ്സ് മറ്റുള്ളവർ വിമർശിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വർഷങ്ങളായിട്ട് എഴുത്തുകാരെയും പുസ്തകങ്ങളെയും ഒക്കെ കഠിനമായിട്ട് വിലയിരുത്തുന്ന ശീലം ആൻഡേഴ്സിനുണ്ട്. അവരൊക്കെ വിമർശിക്കുന്ന ശീലം ആൻഡേഴ്സിനുണ്ട്. അതിൻ്റെ ഫലമായിട്ട് സാധാരണ ആളുകളോട് പോലും അദ്ദേഹം സിനിക്കൽ സ്വഭാവമുള്ളവനായിട്ട് മാറുന്നു. While the customers are waiting in the bank, two armed robbers suddenly enter. അങ്ങനെ കസ്റ്റമേഴ്സ് ബാങ്കിൽ കാത്തു നിൽക്കുകയാണ്, ക്യൂവിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് ബാങ്കിലേക്ക് രണ്ട് കള്ളന്മാർ വരുന്നത്. One robber carries a pistol and the other carries a shotgun. They threaten everyone and other order the bank employees to fill a bag with the money. The customers become frightened and silent. അപ്പോൾ ഈ കള്ളന്മാരുടെ കയ്യിൽ ഒരാളുടെ കയ്യിൽ പിസ്റ്റളും മറ്റൊരാൾക്ക് ഷോട്ട് ഗണ്ണും ഉണ്ട്. അവരെല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നു. എന്നിട്ട് ബാങ്ക് ജീവനക്കാരോട് പറയാണ് പണം, ബാങ്കിലെ പണം ഒരു ബാഗിൽ നിറക്കാൻ പറയാണ്. ഇത് കേട്ടപ്പോൾ ബാങ്കിലെ ആളുകളെല്ലാവരും പേടിച്ചു പോയി. അവരൊക്കെ സൈലൻ്റായി. ഈവൻ ഇൻ ദിസ് ഡേഞ്ചറസ് സിറ്റുവേഷൻ ആൻഡേഴ്സ് cannot സ്റ്റോപ്പ് മേക്കിംഗ് സർക്കാസ്റ്റിക് കോമെൻറ്റ്സ്. അപ്പോൾ ആൻഡേഴ്സ് എന്ത് ചെയ്യുക, ക്യൂവിൽ നിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ കണ്ടിട്ടും ഈ ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലും ആൻഡേഴ്സ് തൻ്റെ പരിഹാസം നിർത്തുന്നില്ല. അദ്ദേഹം അങ്ങനെ കൊമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ കൊമെൻറ്റ് ചെയ്യുന്നുണ്ട്. He listened to the robbers speaking and laughed at the way they talk. When one robber uses a cliché phrase, dead meat, Anders laughs loudly because he thinks the expression is foolish and overused. അങ്ങനെ ഇത്രയും ഡേഞ്ചറായിട്ടുള്ള ഒരു സിറ്റുവേഷനിലും ആൻഡേഴ്സ് തൻ്റെ പരിഹാസം നിർത്തുന്നില്ല. കള്ളന്മാരെ വിമർശിക്കാൻ നോക്കുകയാണ്. കള്ളന്മാർ സംസാരിക്കുന്ന ഭാഷ കേട്ട് അദ്ദേഹം ചിരിക്കുകയാണ്. ഒരാൾ ഡെഡ് മീറ്റ് എന്ന സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്ക് പറയുന്നുണ്ട്. അത് കേട്ട് ആൻഡേഴ്സൺ ഉച്ചത്തിൽ ചിരിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് പഴയ ഒരു ഫ്രേസാണ്. അതുപോലെ ഒരു പാഴായിട്ടുള്ള ഒരു ഓവർ യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഒരു ഫ്രേസാണെന്ന് അദ്ദേഹം കരുതുന്നു. ദ റോബർ ബിക്കംസ് ആംഗ്രി അറ്റ് ആൻഡേഴ്സൺസ് ബിഹേവിയർ. അപ്പോൾ ആൻഡേഴ്സിൻ്റെ ഈ ഒരു സ്വഭാവം കണ്ടപ്പോൾ കള്ളന്മാർക്കൊക്കെ ഭയങ്കര ദേഷ്യം വന്നു. He walks over to him and points the gun at his head. Anders still cannot control himself and makes another sarcastic remark. Finally, the robber loses his temper and shoots Anderson in the head. അങ്ങനെ കള്ളന്മാർക്ക് ദേഷ്യം വന്നപ്പോൾ അവരെന്ത് ചെയ്തു, ആൻഡേഴ്സിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് തോക്ക് അദ്ദേഹത്തിൻ്റെ തലയിൽ ചൂണ്ടുകയാണ്. പക്ഷെ അതിനിടയിലും ആൻഡേഴ്സ് വീണ്ടും പരിഹാസപരമായിട്ടുള്ളൊരു പരാമർശം വീണ്ടും പറയുന്നുണ്ട്. ഒടുവിൽ കള്ളന്മാർക്ക് വളരെയധികം ദേഷ്യം വന്ന് നിയന്ത്രിക്കാൻ കഴിയാതെ ആൻഡേഴ്സിൻ്റെ തലയിൽ വെടിവെക്കുകയാണ്. At this moment, the story is slowed down and describes something unusual.
As a bullet travels through Anderson's brain, the narration explores his memories. During this teeny moment, many things from his life could have appeared in his mind. ഈ ഒരു മൊമെൻറ്റിൽ ആണ് കഥയുടെ അവതരണം പെട്ടെന്ന് മന്ദഗതിയിലാകുന്നു. അതായത് വെടിയുണ്ട ആൻഡേഴ്സൻ്റെ തലച്ചോറിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ച് ആണ് പിന്നീട് ഈ കഥയിൽ വിവരിക്കുന്നത്. ആ ഒരു ചെറിയ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല ഓർമ്മകളും മനസ്സിലേക്ക് വരാൻ തുടങ്ങി. However, Anders does not remember the important parts of his adult life. He does not remember his career as a critic, his marriage, his family, or achievement. All the experiences that once seemed important disappear. അയാളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ വളരെ അത്ഭുതകരമായിട്ട് തോന്നി. അതായത് ആൻഡേഴ്സൺ തൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളൊന്നും ആ സമയത്ത് ഓർക്കുന്നില്ല. ആ വെടിയുണ്ട പായുന്ന സമയത്ത് ഒരുപാട് മെമ്മറീസ് വരുന്നുണ്ട്, പക്ഷെ ഇപ്പോഴുള്ള ജീവിതമൊന്നും ഓർക്കുന്നില്ല. അതായത് തൻ്റെ കല്യാണം കഴിഞ്ഞതും ഈ ഒരു ബുക്ക് ക്രിട്ടിക് എന്നുള്ള ജീവിതവും തൻ്റെ അച്ചീവ്മെൻറ്റിനെ കുറിച്ചിട്ടൊന്നും ഓർക്കുന്നില്ല. അതൊക്കെ അയാൾക്ക് ഒരിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നിയിരുന്ന കാര്യങ്ങളെല്ലാം അപ്രത്യക്ഷമായി. അതൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. ഇൻസ്റ്റഡ് ഹിസ് മൈൻഡ് സഡൻലി റിക്കോൾസ് എ സ്മോൾ മെമ്മറി ഫ്രം ചൈൽഡ്ഹുഡ്. അപ്പോൾ അതിന് പകരമായിട്ട് അയാളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഓർക്കാൻ പറ്റാതെ അതിന് പകരമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ കുട്ടിക്കാലത്തെ ഒരു ചെറിയ ഓർമ്മ വരികയാണ്. He remembers a warm summer afternoon when he was a boy playing baseball with other children in a field. He remembers the yellow grass, the insects buzzing in the air, and the boys gathering to play. അപ്പോൾ കുട്ടിക്കാലത്തെ മെമ്മറീസാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഒരു ചൂടേറിയ വേനൽക്കാലത്ത് ഉച്ചതിരിഞ്ഞ് കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹം മറ്റു കുട്ടികളോടൊപ്പം ഒരു വയലിൽ ബേസ്ബോൾ കളിക്കാൻ തയ്യാറാകുന്ന നിമിഷം ഓർക്കുന്നുണ്ട്. മഞ്ഞ നിറത്തിലുള്ള പുല്ലും ചുറ്റും പറക്കുന്ന കീടങ്ങളും കളിക്കാൻ കൂടുന്ന കുട്ടികളെയൊക്കെ അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. Two boys arrive late and one asks the other what position he wants to play. The boy answers in a grammatically incorrect but natural way, shortstop. Another boy repeats the phrase and says, shortstop there is. അപ്പോൾ അധികം രസകരമായിട്ടുള്ളൊരു സംഭവം ഇതിൽ പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് നടന്നിട്ടില്ല. രണ്ട് കുട്ടികൾ വൈകി എത്തുന്നുണ്ട് അവർ കളിക്കാൻ ചെന്ന സമയത്ത്. അപ്പോൾ ഒരാൾ മറ്റൊരാളോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഏത് പൊസിഷനിൽ കളിക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ മറുപടി പറയുന്നു ഷോർട്ട് സ്റ്റോപ്പ്. അപ്പോൾ മറ്റേ കുട്ടി ആവശ്യത്തോടെ ഷോർട്ട് സ്റ്റോപ്പ് ദ ഈസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ സെൻറ്റൻസിൽ ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസാണ്. പക്ഷേ ഇവിടെ നമ്മുടെ എല്ലാത്തിനും വിമർശിക്കുന്ന ആൻഡേഴ്സൺ ഇവിടെ വിമർശിക്കുന്നില്ല. അത് ആ ഒരു കുട്ടിക്കാലത്തെ ആ ഒരു ഇന്നസെൻസ് ആയിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇൻ ദ ഫൈനൽ മെമ്മറി ദ ബോയ് സേസ് ഷോർട്ട്സ് ദ ബെസ്റ്റ് പൊസിഷൻ ദ ഈസ്. ദ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഫോം ഈസ് ഷോർട്ട് ഈസ് ദ ബെസ്റ്റ് പൊസിഷൻ ദർ ഈസ്. അപ്പോൾ ദ ഈസ് എന്നുള്ളതിന് പകരം ദർ ഈസ് എന്നുള്ളതാണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള വേർഡ്. ഈവൻ ദൗ ദ സെൻറ്റൻസ് ഈസ് ഇൻകറക്റ്റ് ആൻഡേഴ്സ് ഫൈൻഡ് ഇറ്റ് ബ്യൂട്ടിഫുൾ ബിക്കോസ് ഇറ്റ് ഈസ് നാച്ചുറൽ ഇന്നസെൻറ്റ് ഷോയിങ് ദ സിമ്പിൾ ജോയ് ഓഫ് ചൈൽഡ്ഹുഡ്. അപ്പോൾ ഇത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ഷോർട്ട്സ് ദ ബെസ്റ്റ് പൊസിഷൻ ദ ഈസ് എന്ന് പറയുന്നത്. അതിൻ്റെ കറക്റ്റ് വേർഡ് ദർ ഈസ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദർ ആർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ അതിനെ വിമർശിക്കുന്നില്ല ആര്, ആൻഡേഴ്സൺ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാത്തിനെയും വിമർശിക്കുന്ന ആൻഡേഴ്സൺ ഇവിടെ വിമർശിക്കുന്നില്ല. അതിൻ്റെ ബ്യൂട്ടി, അതുപോലെ ആ ഒരു ചൈൽഡ്ഹുഡിൻ്റെ ആ ഒരു ഹാപ്പിനെസ്സും ഇന്നസെൻസും എൻജോയ് ചെയ്യുകയാണ് ഇവിടെ ആൻഡേഴ്സൺ ചെയ്യുന്നത്. Anders is strangely moved by these simple words. The boys are not trying to be clever or impressive. They are just speaking naturally and enjoying the game. The innocence and honesty of the moment fill Anders with unexpected happiness. അപ്പോൾ ഈ ലളിതമായിട്ടുള്ള വാക്കുകൾ ആൻഡേഴ്സനെ വളരെ സ്പർശിക്കുന്നുണ്ട്. ആ കുട്ടികൾ ബുദ്ധിമാന്മാരായിട്ട് തോന്നാനൊന്നും അവർ ശ്രമിക്കുന്നില്ല. അവർ അവരുടെ സ്വാഭാവികമായിട്ട് സംസാരിക്കുകയും അവരുടെ ആ ഒരു കളിയുടെ സന്തോഷം ആസ്വദിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ആ നിമിഷത്തിലെ നിഷ്കളങ്കതയും സത്യസന്ധതയും ഒക്കെയാണ് ആൻഡേഴ്സന് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള സന്തോഷം നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ
ശ്രദ്ധിക്കണം. ആ ഒരു ചൈൽഡ്ഹുഡ് ആ ഒരു ഇൻസിഡൻറ്റിൽ ആൻഡേഴ്സൺ അവിടെ ആ ഒരു ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡിനെ വിമർശിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. The story ends with this memory just before the bullet completely destroys his brain. In his final moment of consciousness, what remained most meaningful is a pure childhood memory, nor the bitter and sarcastic life he lived as an adult. അപ്പോൾ കഥ അവസാനിക്കുന്നത് ഈ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയോട് കൂടിയാണ്. അതായത് വെടിയുണ്ട തലച്ചോറിനെ മുഴുവൻ നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസാന നിമിഷത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വിലപ്പെട്ടതായി തോന്നുന്നത് കുട്ടിക്കാലത്തെ അസുതാര്യമായിട്ടുള്ള ഓർമ്മ തന്നെയാണ്. അതായത് വയസ്സായപ്പോൾ ജീവിച്ചിരുന്ന കഠിനവും പരിഹാസപൂർണവുമായിട്ടുള്ള ജീവിതമല്ല, മറിച്ച് ആ ഒരു ചൈൽഡ്ഹുഡ് ജോയ്ഫുള്ളായിട്ടുള്ള ചൈൽഡ്ഹുഡ് മെമ്മറീസാണ് അവസാനമായിട്ട് ആൻഡേഴ്സൻ്റെ മനസ്സിലുള്ളത് എന്നാണ് ഈ ഒരു കഥയുടെ അവസാനം പറയുന്നത്. ഓക്കെ, താങ്ക് യു.